അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മടവൂർ കോട്ടയിൽ സയ്യിദ് യഹ്യൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അവിടെ കക്കാട് മുഹമ്മദ് ഫൈസി പങ്കെടുത്ത്, നമ്മളുടെ കുത്തിത്തിരിപ്പ് നൗസാദും പങ്കെടുത്ത്, ഇങ്ങനെ കുരുവട്ടൂരികൾ പങ്കെടുത്ത്. അങ്ങനെ ഏതായാലും കക്കാട് മുഹമ്മദ് ഫൈസിയെ ആ മടവൂർ കോട്ടയിലുള്ള പരിപാടിയിലേക്ക് ക്ഷണിച്ചിക്കണ് എന്ന് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് പ്രചരണം നടത്തിയതും അതിൻ്റെ പരസ്യം നടത്തിയത് കുരുവട്ടൂരികളാണ്. ആകെ 8-10 ആളുള്ളൂ. ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പരസ്യം നടത്തിയത്. ഏതാണ്ട് കുരുവട്ടൂരികളുടെയൊക്കെ നമ്പറുകൾ നമ്മളെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ നമ്പർ അവരുടെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഏതാണ്ട് കുരുവട്ടൂരികളൊക്കെ സ്റ്റാറ്റസ് വെച്ചിരുന്നതും അവരുടെ ഫേസ്ബുക്കും അവരുടെ ഗ്രൂപ്പുകളിലും ഏറ്റവും കൂടുതൽ തള്ളിമറിച്ചിരുന്നത് നമ്മുടെ മടവൂർ കോട്ടയുടെ തലേ ദിവസങ്ങളിലൊക്കെ കക്കാട് മുഹമ്മദ് ഫൈസി മടവൂർ കോട്ടയിൽ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല രൂപത്തിലായിരുന്നു കളിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്, കക്കാട് മുഹമ്മദ് ഫൈസി അവിടെ വന്നു. കക്കാട് മുഹമ്മദ് ഫൈസി അവിടെ വന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് അതേ വേദിയിൽ തന്നെ നൗഷാദ് പ്രസംഗിക്കണമെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ് അതിക്ക് കക്കാടൊന്ന് വരട്ടെ. മഹാന്മാരായ സൂഫിയാക്കളുടെ സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത്. തസവ്വുഫിന് നല്ലത്, ത്വരീഖത്തിന് നല്ലത്, ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത്. സയ്യിദ് അലി സൈനുൽ ആബിദീൻ പറഞ്ഞു, ലഖദ് അഖ്ബർതനി അൻ സലാസി സിഫാത്ത്. സംഗതി കക്കാട് ഈ പറയാൻ കാരണം, കുറേ ആയി കുരുവട്ടൂരികളുടെ ഈ വിളയാട്ടം. കുരുവട്ടൂരികൾ ഈ കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറിയമാതിരി ആകെ കടന്ന് നിരങ്ങാണല്ലോ. അപ്പം ഈ നിരങ്ങൽ കണ്ടപ്പോൾ ഈ കക്കാടിന് ഇങ്ങനെ ഒരു തുടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. കക്കാട് കേൾക്കുന്നുണ്ടാവും, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇത് കേട്ടപ്പോൾ കക്കാടിന് ആകെ ഒരു യാതി ഗതികേട്. എന്തേ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണേ, നിങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെയല്ലേ, അതോ ത്വരീഖത്താണോ, എന്ത് ജാതിയാണ് എന്ന് കക്കാടിന് ഇങ്ങനെ പിടുത്തം കിട്ടാതെ കക്കാട് ഇങ്ങനെ കക്കാടായാലും വലിയ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇറ്റങ്ങളിങ്ങനെ ഈ കരിമ്പന്തോട്ടത്തേക്ക് കാട്ടാനെ കയറിയ മാതിരി ആകെ നിരങ്ങിയപ്പോൾ അങ്ങനെയാണ് മടവൂർ കോട്ടയ്ക്ക് ഒരു ക്ഷണമുള്ളടത്ത് ബാക്കൊക്കെ നോക്കുമ്പോൾ നൗഷാദും ബട്ടൂരികളും ഉണ്ട്. അപ്പം കക്കാട് എന്ത് ചെയ്തു, അവിടെ നല്ല ഒരു പ്രസംഗം നടത്തി. സയ്യിദ് അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ കിതാബിലെ ഉദ്ധരണിയൊക്കെ എടുത്തിട്ടിട്ട് ഒരു സൂഫിയാക്കളുടെ സ്വഭാവം, തസവ്വുഫിൻ്റെ സ്വഭാവം, ഔലിയാക്കന്മാരുടെ സ്വഭാവം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇത് കൃത്യമായി അടിവര ഇട്ടുകൊണ്ട് കക്കാട് നൗഷാദിനെ അഥവാ കുരുവട്ടൂരിയായ നൗഷാദിനെ ബാക്കിലിരുത്തിയിട്ട് പ്രസംഗിക്കുകയാണ്. ഒരേ സ്റ്റേജിലാണ്. കക്കാട് പ്രസംഗം കഴിഞ്ഞ് സലാം പറഞ്ഞ് ഇരുന്നതിന് ശേഷം പിന്നത്തെ പ്രഭാഷണം നടക്കുന്നത് നമ്മളെ നൗഷാദിൻ്റെ പ്രസംഗത്തിൽ നിന്നും കുറച്ച് നമുക്ക് കേൾക്കാം. നൗഷാദൊന്ന് കറ്റിനി. എല്ലാവരോടും സ്നേഹം എന്നതാണ് സൂഫിയാക്കളുടെ മുഖമുദ്ര. നൗഷാദിന്റെ തൊള്ളിയിൽ വിരലിട്ടാ കടിക്കൂരട്ടോ. അങ്ങനെ ഒരു പാവം കുട്ടി അഥവാ മടവൂർ കോട്ടയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണതിട്ടാ. അതേ ഒരൊറ്റ വേദിയാണ്. കക്കാട് പ്രസംഗിച്ചതിന് ശേഷം നൗഷാദാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ പറയണത് സൂഫിയാക്കളുടെ മുഖമുദ്ര എല്ലാവരോടും സ്നേഹം എന്നുള്ളതാണ് സൂഫിയാക്കളുടെ
മുഖമുദ്ര. ഔ തൊള്ളിയിൽ വിരലിട്ടാ കടിക്കൂല. ഓ തട്ടിത്തടയാതെ പോണൊരു ശൈലി. ഓ എൻ്റെ മോനെ. ഓ ഓ ഓ എല്ലാവരും നേരത്തെ പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ കണ്ടോ, ആ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഹമുക്ക് പറയണ കേട്ടോ. നേരത്തെ എൻ്റെ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കപടമുഖം ഓൻ പിന്നീട് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അവൻ കക്കാട് ഫൈസി പറഞ്ഞ വിഷയം ബാക്കിലിരുന്ന് കേട്ട് അവനാകെ തരിച്ചു പോയിരിക്കുകയാണ്. ആകെ അണ്ടി പോയ അണ്ണാന്റെ മാതിരി ഇരിക്കണോന്. കാരണം എന്തുകൊണ്ട് അറിയോ? ആകെ ഇടങ്ങേറായി. കാരണം എന്താണ് ഇപ്പൊ ഈ പറയണത്? കക്കാട് പറഞ്ഞത് ഇപ്പൊ എന്താണ്? സൂഫിയാക്കന്മാരുടെ ഒരു നിലപാട്. അത് സൂഫിയാക്കന്മാരുടെ എന്നല്ല, കക്കാട് പറഞ്ഞ വിഷയം മുസ്ലിമായ ഓരോരുത്തരുടെയും നിലപാടാണ്. അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു രക്തം ചുരുക്കം. പക്ഷേ എന്നാൽ സൂഫിയാക്കളിലെങ്കിലും വേണമല്ലോ. അപ്പൊ സൂഫിയാക്കന്മാർ നിർബന്ധമായിട്ടത് പാലിക്കണം എന്നുള്ള രൂപത്തിലൂടെയാണ് കക്കാട പറഞ്ഞത്. പക്ഷേ ഇവനത് ഏറ്റെടുത്ത് പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ ബാക്കി പറയാം. എല്ലാവരോടും സ്നേഹം. നമ്മൾ ആരെ ആക്ഷേപിച്ചാലും, നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും, എന്നാ എനക്കൊന്ന് കേൾക്കണോ? നിങ്ങളെ ഞങ്ങൾ വ്യക്തിപരമായി ഒറ്റ ഇടത്തും തോന്നിവാസം പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി കൊണ്ട് തോന്നിവാസം പറഞ്ഞത് നീയും നിന്റെ കുഞ്ഞേവതും പമ്പൈസും എൻ്റെ കാട്ടുകള്ളനുമാണ്. പേരോട് ഉസ്താദിന്റെ വാപ്പാനെ വരെ പറഞ്ഞതാണ് എൻ്റെ കാട്ടുകള്ളനായ കുരുത്തം കേട്ടോ. അറിയെനിക്ക് പേരോട് ഉസ്താദിന്റെ വാപ്പാനെ വരെ പറഞ്ഞ ആളാ കുരുവട്ടൂര് കോമാട്ടുചാലിൽ അബ്ദുള്ള. മനസ്സിലാക്കി വെച്ച്. അപ്പൊ വ്യക്തിപരമായി കൊണ്ട് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത ആളുകൾ നിങ്ങളാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് നിന്നെ പറ്റിയിട്ട് വ്യക്തിപരമായി കൊണ്ട് പറയാൻ ഒരുപാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. നീ 2010, 2009, 10 കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തെടുത്തുനിന്ന് നിന്നെ പുറത്താക്കിയത് എന്താണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടല്ല. ആ കേട് നരമ്പിന്റെ കേടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ അതൊന്നും എന്താ പുറത്തിടാത്തത്? അത് വ്യക്തിപരമായി കൊണ്ടുള്ള പ്രശ്നങ്ങളാ, മനുഷ്യ സഹജമായി കൊണ്ട് വന്ന കേസുകളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ആ വിഷയമാക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അത് നിന്റെ വഴിക്ക് ഞങ്ങൾ വിട്ടുകളഞ്ഞു. ആ സമയത്ത് സുന്നത്ത് ജമാഅത്തിന് നീ ഘടകവിരുദ്ധമായിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് കത്തിവെക്കുന്ന രൂപത്തിലൂടെ നിന്റെ സംസാരം വിരലോടുകൂടെയാണ്. നിന്റെ ബാക്കിൽ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കൂടിപ്പോരുന്നത്. അതല്ലാതെ ഞങ്ങൾ സ്റ്റേജ് കെട്ടിയാണ്ട് ഒരിടങ്ങളിലും അനക്ക് മറുപടി പറയുന്നില്ല, അങ്ങോട്ട് പറയാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായോ? ഞങ്ങളെ നേതാക്കന്മാരൊന്നും എൻ്റെ ഒച്ചപ്പുളിയിൽ കേൾക്കണമില്ല. എൻ്റെ കണ്ണുമോറും കാണാൻ തന്നെ അവർക്ക് ഇഷ്ടമല്ല. എന്നിട്ടല്ലേ എൻ്റെ പരിപാടി കേൾക്കണ്? എൻ്റെ ഈ മൂന്ന കാണുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണോ? അതൊന്നുമല്ല. ഞങ്ങൾ പറയുന്നത് എന്തായാലും ഞങ്ങളെ നേതാക്കന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, നീ പറഞ്ഞാൽ ജീവനില്ലിടത്തോളം കാലം ഞങ്ങളും പറയേണ്ടത് ഞങ്ങളും പറയും. പറയേണ്ട രൂപം ഞങ്ങൾക്ക് ശരിക്കും അറിയാം. എന്നോട് ഈ രൂപത്തിലല്ലാതെ വേറെ രൂപത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ബാക്കിയും കൂടി അവൻ പറയട്ടെ. അവൻ്റെ കപട മുഖം നമുക്കൊന്ന് ചീതിപ്പൊളിക്കണം. അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി വഴിയിലില്ല. അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത്. ആ കേട്ട മാതിരി പോണ്ടിയിരുന്നു. അവരുടെ സന്ദേശത്തിലൊക്കെ കേട്ടത് എന്താണ് നൗഷാദേ? മടവൂർ കോട്ടയിൽ വെച്ചുകൊണ്ട് അവരുടെ സന്ദേശത്തിലൊക്കെ കേട്ടത് എന്താണ്? നമ്മളെ എന്തു തന്നെ ആര് പറഞ്ഞാലും, ഏത് രൂപത്തിൽ നമ്മളെ പറഞ്ഞാലും ഒരു നിലക്കും അങ്ങോട്ട് പ്രതികരിക്കാതെ പോകണം എന്നാണ്
മടവൂർ കോട്ടയിൽ വെച്ചുകൊണ്ട് മുൻ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞത് എന്നാണല്ലോ നീ പറഞ്ഞത്. കൂട്ടത്തിൽ കക്കാട് വൈസിയും പറഞ്ഞു എന്നുള്ള വിഷയം പറഞ്ഞത്. ഏതായാലും ആവട്ടെ. എന്നിട്ട് അതുവരെ ആ മടവൂർ കോട്ടയിൽ കക്കാട് വരുന്നുണ്ട് എന്നുള്ളത് പരസ്യപ്പെടുത്തിയ ഈ കുരുവട്ടൂരികൾ മടവൂർ കോട്ടയുടെ പരിപാടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പിന്നെ കണ്ടിക്കണ് കക്കാടിന് നൗഷാദ് ഹസനി മറുപടി. നമ്മൾ പിന്നെ അത് വായിച്ചു നോക്കി, കണ്ണടച്ച് വായിച്ചു നോക്കി. അങ്ങനെ തന്നെയാണോ? കാരണം അവിടുന്ന് ഇപ്പം തൊള്ളിയിൽ വിരലിട്ടാ കടിക്കാത്ത കോലത്തിൽ കക്കാട് പൈസ പറഞ്ഞതിന് ശേഷം പിന്നെ പ്രസംഗിക്കുന്നത് ഇവനാണ്. കക്കാട് പൈസ വേക്കിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പോ അവിടെ പിന്നെ പ്രസംഗിക്കുന്നത് ഇവനാണ്. അപ്പൊ ഇവൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെ കേട്ട തേനിങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ തൊള്ളിയിൽ കൂടി തേനിങ്ങനെ ഒലിക്കുക. തേനിങ്ങനെ ഒലിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാണ്. അക്കോലത്തിലാ പ്രസംഗിക്കുന്നത്, തൊള്ളിയിൽ ബേരലിട്ടാ കടിക്കാത്ത കോലത്തിൽ. എന്നിട്ട് പിറ്റേ ദിവസം ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് കാണുന്നത് എന്താണ്? കക്കാടിനിക്ക് മറുപടി. കക്കാടും കാന്തപുരവും കക്കാടും AP സമസ്തയും. എന്താ നിങ്ങളൊക്കെ കോലം ചങ്ങായിമാരെ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? ഇനി കക്കാടിന് മറുപടി പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം അതൊന്ന് കേട്ടു നോക്കുക. എന്നിട്ടിപ്പോൾ എന്ത് ജാതിയാണെന്നൊന്നും തീരുമാനിക്കുക. ഷെയ്ഖും മുരീദും അവിടെ നിൽക്കട്ടെ. മുസ്ലിമാണോ ഹിന്ദു ആണോ ഏത് ജാതിപ്പെട്ടതാണോന്ന് നോക്കി നിങ്ങൾ താലി കെട്ടിയാണ്ട് പറയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ കക്കാട് മുഹമ്മദ് ഫൈസി അവിടെ വന്നു. നമ്മൾ ഉദ്ഘാടന വേദിയാണ്. സ്വാഭാവികമായും CK മാണിയൂർ അവിടെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നു. തുടർന്ന് ഫൈസി പ്രസംഗിക്കുന്നു. ഞാനും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അവിടുത്തെ അഹിബായിങ്ങളൊക്കെ സ്റ്റേജിലും വേദിയിലായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോഴുള്ള ഈ വിവാദത്തിൻ്റെ തുടക്കം. പ്രിയ സഹോദരന്മാരെ, ഈ നൗഷാദിൻ്റെ ഈ വാക്കുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മടവൂർ കോട്ടയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന സെക്ഷനിൽ അവിടെ CK മാണിയൂർ വന്ന് പ്രസംഗിക്കുന്നു. അതിനുശേഷം കക്കാട് ഫൈസി വന്നിട്ട് പ്രസംഗിക്കുന്നു. ആ സ്റ്റേജിൽ ആരൊക്കെയുണ്ട്? ഈ നൗഷാദും ഉണ്ട്, സയ്യിദ് അവറുകളുണ്ട്, അതുപോലെ തന്നെ തങ്ങളുമായി കൊണ്ടുള്ള ബന്ധമുള്ള മുഹിബീങ്ങളും അഹിബായിങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വെച്ച് പ്രസംഗിച്ചു കക്കാട് പ്രസംഗിച്ച പ്രസംഗം ഇതിൻ്റെ തൊട്ട് മുമ്പ് നാം കേട്ടല്ലോ. ഈ പ്രസംഗമാണ് ഇപ്പോൾ പിന്നെ ഇവന് വിവാദമായത്. ഈ പ്രസംഗമാണ് ഇപ്പോൾ ഇവന് ഉള്ള വിവാദം. ഈ പ്രസംഗമാണ് ഇപ്പോൾ ഇവൻ ഈ വിവാദം എന്ന് പറയുന്നത്. എന്താ അതിൽ കക്കാട് പറഞ്ഞത്? വിവാദം വരുത്താനുള്ള ഒരു വാക്ക് കാട്ടിക്കൊണ്ട നൗഷാദേ, ഒരൊറ്റ വാക്ക് കക്കാട് പറഞ്ഞതിൽ. കക്കാട് ഞങ്ങളാളൊന്നുമല്ല. പക്ഷെ കക്കാട് പറഞ്ഞതിൽ ഒരു തെറ്റായ വാക്ക് കാട്ടിക്കൊണ്ട. എന്നിട്ട് അതിനെന്താ കാട്ടിയത് തരോ? കൊഞ്ഞനെ കുത്തിയിക്ക. എന്ത്? കക്കാട് പണ്ട് കക്കാടിനെ പുറത്താക്കിയ ഉടനെ, ആ സമയത്ത് പിരിഞ്ഞുപോയ കക്കാടിനെ പുറത്താക്കിയ ഉടനെ പേരോട് ഉസ്താദ് കക്കാടിൻ്റെ ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം കക്കാട് തിരിച്ചു പറഞ്ഞതും പേരോട് ഉസ്താദ് ഇങ്ങോട്ടും പറഞ്ഞത് നീ എന്ത് ചെയ്തു? അതെടുത്ത് കൊടുത്തിട്ട് കൊഞ്ഞനം കുത്തില് കൊന്നാരെ നൗഷാദ് ചെയ്തത് അല്ല. ഇത് ഇജാണോ ഷെയ്ഖന്മാർ അംഗീകരിക്കണത്? കക്കാട് ഫൈസി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, സൂഫിസം എന്ന് പറയുന്നത് മറുപടി പറയൽ അല്ല. നമുക്കെതിരെ ആര് ഇങ്ങോട്ട് പറഞ്ഞാലും അതിനൊന്നും മറുപടി പറയാതെ ക്ഷമിക്കുകയാണ് വേണ്ടത്. എല്ലാവരോടും അങ്ങോട്ട് സ്നേഹം മാത്രം കൊടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് ധ്വനിപ്പിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു. കക്കാട് അങ്ങനെ പ്രസംഗിച്ചു. സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് അവരെ കുറ്റം പറയുക, അവരെ ഇകഴ്ത്തുകയല്ല വേണ്ടത് എന്നുള്ള രൂപത്തിൽ കക്കാട് പ്രസംഗിച്ചു. എന്നിട്ട് ഇപ്പം ആ പ്രസംഗത്തിന് മറുപടിയേറ്റാ വന്നിക്കണേ. ഇവനൊക്കെ എന്ത് മനുഷ്യനാ?
ഈ നൗഷാദൊക്കെ എന്ത് മനുഷ്യനാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ടോ പറഞ്ഞത് എന്താ, കക്കാട് അവൻ്റെ പ്രിയ സുഹൃത്ത് കക്കാട് മുഹമ്മദ് ഫൈസി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് കടിക്കാത്ത രൂപത്തിൽ ഇത്തരൊരു ശാന്ത മനുഷ്യൻ പിറ്റേന്ന് കണ്ടിക്കണ് കക്കാടിനൊക്കെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ സ്റ്റേജിൽ വെച്ചിട്ടാണ് പെയ് പ്രസംഗിക്കുന്നത്. കക്കാടിന് മറുപടിയുള്ള സ്റ്റേജിലാണ് പെയ് സംസാരിക്കുന്നത്. ഇനി ഇവൻ്റെയൊക്കെ പിന്നിൽ കൂടുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളി. ദുന്യാവും ഉണ്ടാവില്ല, ആഖിറും ഉണ്ടാവില്ല. അങ്ങനത്തെ കൗമാണ് ഇവരൊക്കെ. നല്ലോണം ശ്രദ്ധിച്ചോളി. കാരണം കാന്തപുരം ഉസ്താദാവട്ടെ, അതുപോലെ 2 സമസ്തയാവട്ടെ, പേരോട് ഉസ്താദാവട്ടെ, അതുപോലെ പൊന്മള ഉസ്താദ്, അവരൊക്കെ പണ്ഡിതന്മാരാ. ഓനൊന്നും